സമയം രാവിലെ 9 മണി. രാവിലെ ഹബ്ബിൽ നിന്ന് തണ്ണിമത്തം വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ രണ്ടും കൂടി വണ്ടി എടുത്തിട്ട് ഇറങ്ങി. കുറേ നേരമൊക്കെ നോക്കി നടന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഒരു കൂട്ടം തണ്ണിമത്തം കണ്ടുപിടിച്ചു. ഞങ്ങൾക്കൊരു 10 കിലോ വേണം. 10 കിലോ ഉള്ള ഒരൊറ്റ തണ്ണിമത്തം ഉണ്ടെന്നാണ് ഈ ചേട്ടൻ നോക്കുന്നത്. കിട്ടിയില്ല. 10 കിലോയ്ക്ക് വേണ്ടിയിട്ട് 2 തണ്ണിമത്തം എടുത്തു. ഇനി ഇതിനെ കൊണ്ടുപോയി നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കണം. വലിയ പാത്രമൊക്കെ കഴിഞ്ഞ് ഞാൻ സെറ്റ് ആയി. രാവിലെ ആയതുകൊണ്ട് തന്നെ ഹബ്ബിൽ എല്ലാവരും ഉണ്ട്. ചെന്ന ഉടനെ തന്നെ തണ്ണിമത്തനെ വെട്ടിപ്പൊളന്ന് പിള്ളേര് പണി തുടങ്ങി. രാവിലെ തന്നെ അടിപൊളി ചൂടാണ്. മുട്ട പൊട്ടിച്ച് റോഡിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോഴും തന്നെ പൊരിച്ചെടുക്കാം. അമ്മ അതിൽ ചൂട്. ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടാണ് രാവിലെ തന്നെ ഈ ജ്യൂസ് എടുപ്പ് തുടങ്ങിയത്. തണ്ണിമത്തന്റെ ഒരു പീസ് കഴിക്കാൻ ചോദിച്ചിട്ട് അവർ തന്നില്ല. ഞാൻ പിന്നെ വെട്ടിയിട്ടിരുന്നതിൽ ഒരു തോടെടുത്ത് കഴിച്ചു. ബാക്കിയുള്ള വലിയ തോട് ഞാൻ എടുത്ത് കട്ട് ചെയ്ത് ഒരു ഹെൽമെറ്റ് ആക്കി എന്റെ തലയിലോട്ട് കമഴ്ത്തി. ഒരു ബ്ലെൻഡർ എടുത്ത് കട്ട് ചെയ്ത തണ്ണിമത്തനെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് ആക്കിയ ശേഷം പഞ്ചസാരയും തട്ടിയിട്ട് ജ്യൂസ് എടുപ്പ് തുടങ്ങി. ഒരു വലിയ പീസ് ഐസും കൂടി അതിലേക്ക് ഇട്ടു. സംഭവം റെഡിയായി. ഓരോ ഗ്ലാസ് വെച്ച് കോരി ഓരോരുത്തരായിട്ട് ടെസ്റ്റ് ചെയ്തു. ഞാനും ടെസ്റ്റ് ചെയ്ത് നോക്കി. രാവിലെ ആയതുകൊണ്ട് തന്നെ അടിപൊളി സാധനം. എന്നും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കുടിച്ച് തണ്ണിമത്തൻ ജ്യൂസ് തീർന്നു. ഇനി കുറച്ച് നാരങ്ങളുള്ളതാണ്. സൂര്യനെ കാരണം ഇങ്ങനെ കുറച്ച് ഉപയോഗങ്ങളും ഉണ്ട്. സൂര്യൻ ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചൂടൊന്ന് കുറയ്ക്കുമെന്ന് എന്റെ അമ്മ ചോദിച്ചു. വേറൊന്നും കൊണ്ടല്ല, വെയിലടിച്ച് കറുത്ത കാരണം അമ്മയ്ക്ക് അമ്മയുടെ മോനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല.